ഹലോ ഫ്രണ്ട്സ്, സി കേരളം ചാനലിൽ നവംബർ 25 തിങ്കളാഴ്ച മുതൽ പുതിയതായി സംപ്രേഷണം ചെയ്യാനിരിക്കുന്ന അകലെ എന്ന് പറഞ്ഞ സീരിയലിൻ്റെ ഒരു പ്രൊമോ റിവ്യൂ ആണ്. ശ്യാമാമ്പരത്തിലൂടെ ശ്യാമയുടെ സ്വന്തം അഖിൽ സാറായി പ്രേക്ഷകരുടെ മനം കവർന്ന തനൂജാണ് അകലെ സീരിയലിലെ നായികയായിട്ട് എത്തുന്നത് ദീപിക ആരാധ്യ എന്ന ഒരു തെലുങ്ക് നടിയാണ്. സൂര്യ ടി വിയിലെ അനീതി പ്രാവുന്ന സീരിയലിലെ നായികയായിട്ട് ദീപിക മലയാളത്തിൽ ഇതിനു മുമ്പ് എത്തിയിട്ടുള്ളതാണ്. സീരിയലിലെ മറ്റൊരു പ്രധാനപ്പെട്ട കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് നീ ഞാനും സീരിയലിലെ രവി സാറായി പ്രേക്ഷകർക്ക് മുന്നിലെത്തിയ ഷിജു AR ആണ്. സീരിയലിൻ്റെ പ്രധാന തീമെന്ന് പറയുന്നത് അച്ഛനും മകളും തമ്മിലുള്ള സ്നേഹബന്ധത്തിനെ പറ്റിയുള്ളതാണ്. അച്ഛൻ്റെ സ്നേഹം കിട്ടാൻ കാത്തിരിക്കുന്ന ഒരു മകളുടെ കഥ. ബംഗ്ലാവ് പോലെ വലിയൊരു വീടുണ്ടായിരുന്നിട്ടും അച്ഛനും അമ്മയും എല്ലാവരും ഉണ്ടായിരുന്നിട്ടും ഒറ്റപ്പെട്ടു പോയ ഒരു പെൺകുട്ടി, ആ പെൺകുട്ടിക്ക് താങ്ങാവുന്ന നായകൻ. അപ്പോൾ അതൊക്കെയാണ് നമുക്ക് ഈ സീരിയലിലൂടെ കാണാൻ പറ്റുന്നത്. വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു സ്റ്റോറിയോടെയാണ് സി കേരളത്തിലേക്ക് ഈ പുതിയൊരു സീരിയൽ വരുന്നത്. എപ്പോഴും കാണുന്ന പണക്കാരനായ നായകനും പാവപ്പെട്ട വീട്ടിലെ നായികയും തമ്മിൽ കണ്ടുമുട്ടുന്നതും കല്യാണം കഴിക്കുന്നതും ഒക്കെയാണ് നമ്മൾ എപ്പോഴും കാണുന്നത്. എന്നാൽ ഇതിൽ ഡിഫറെൻ്റ് ആയിട്ട് പണക്കാരിയായ നായികയും പാവപ്പെട്ട വീട്ടിലെ നായകനും ആ ഒരു കോൺസെപ്റ്റിലാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് വ്യത്യസ്തമായിട്ടുള്ളൊരു സ്റ്റോറി തന്നെയായിരിക്കും ഈ സീരിയലിലൂടെ കാണാൻ പറ്റുന്നത്. സൂര്യ ടി വിയിൽ കാണാ കൺമണി എന്ന് പറഞ്ഞ പേരിലൊരു സീരിയൽ ഉണ്ടായിരുന്നു. ആ സീരിയലിലും ഇതുപോലെ അച്ഛനും മകളും തമ്മിലുള്ള ആ ഒരു ബന്ധത്തെ പറ്റിയുള്ളൊരു സീരിയൽ തന്നെയായിരുന്നു. അതുപോലെ നല്ല രീതിയിൽ തന്നെ ഈ ഒരു സീരിയൽ മുന്നോട്ട് പോകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇതിൽ തനൂജ് അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിൻ്റെ പേര് രാജു എന്നാണ്. ഷിജു അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിൻ്റെ പേര് പ്രതാപൻ എന്നാണ്. ആ നാട്ടിലെ വലിയൊരു പ്രമാണിയും രാഷ്ട്രീയക്കാരനുമാണ് പ്രതാപൻ. വലിയൊരു ബംഗ്ലാവിലാണ് പ്രതാപൻ താമസിക്കുന്നത്. പ്രതാപിൻ്റെ മകളാണ് നായികയായിട്ടുള്ള ഋതിക. പ്രതാപിൻ്റെ ആദ്യ ഭാര്യ മരിച്ചതുകൊണ്ട് തന്നെ രണ്ടാമതൊരു വിവാഹം കഴിച്ചിട്ടുണ്ട്. ആദ്യ ഭാര്യയിലുണ്ടായ മകളാണ് ഋതിക. ഋതികയോട് ഭാര്യ മരിച്ചതുകൊണ്ട് തന്നെ പ്രതാപിന് വല്ലാത്തൊരു ദേഷ്യവും ഒക്കെയാണുള്ളത്. മനസ്സിൻ്റെ ഉള്ളിൽ സ്നേഹം ഉണ്ടെങ്കിലും അതൊന്നും മകളോട് കാണിക്കാറില്ല. ഈ സമയം അച്ഛൻ തന്നെ എന്തെങ്കിലും സ്നേഹിക്കും, മറ്റുള്ളവരുടെ മുമ്പ് വെച്ച് അംഗീകരിക്കുകയും ചെയ്യുന്ന ഒരു ദിവസത്തിന് വേണ്ടി കാത്തിരിക്കുവാണ് ഋതിക. പ്രതാപിൻ്റെ ബംഗ്ലാവിൻ്റെ തൊട്ടരികിൽ തന്നെയുള്ള ഒരു കൊച്ചു വീട്ടിലാണ് രാജുവും കുടുംബവും താമസിക്കുന്നത്. രാജു പ്രതാപിൻ്റെ വിശ്വസ്തനായിട്ടുള്ള ഒരു ജോലിക്കാരനാണ്. പല സാഹചര്യങ്ങളിലും ഒറ്റപ്പെട്ടു പോകുന്ന ഋതികക്ക് കൂട്ടാകുന്നത് ഈ രാജുവിൻ്റെ കുടുംബമൊക്കെയാണ് കേട്ടോ. നവംബർ 25 മുതൽ രാത്രി 8:30 അകലെ സീരിയൽ സംപ്രേഷണം ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്താണെങ്കിലും ഈ ഒരു പുതിയ സീരിയലിനായിട്ട് കാത്തിരിക്കാം. ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്